നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയ ചന്ദ്രു. തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. എന്നാലും ഈ കാര്യത്തിൽ നമ്മുടെ നിലപാട് തുറന്നു പറയുക തന്നെ വേണം. അല്ലെങ്കിൽ അത് പാവം ജഗനോട് ചെയ്യുന്ന നന്ദികേടായിരിക്കും. ഇനി അന്തിമ വിധി ദൈവം തന്നെ തീരുമാനിക്കട്ടെ. കഴിക്കുന്നേ ആട്ടെ, അമ്മൂന്റെ വീട് എവിടെ? ഏയ് പയ്യെ പയ്യെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ആവണിക്കല്ല് ചുമ വന്നു, അതുകൊണ്ടാ. ആവണിക്കല്ല് കൊള്ളാം, ഒരു ഓണപ്പാട്ട് പോലെ. അല്ല, ഇത് ഏത് ജില്ലയിലാ? തൃശ്ശൂര്. പക്ഷെ കൊച്ചിന് തൃശ്ശൂര് ഭാഷാ ശൈലി ഒന്നും ഇല്ലല്ലോ. ഓ അതല്ലേ, ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ കൊല്ലത്ത് ചാത്തന്നൂരാ. അതാ ഇത്ര ശുദ്ധമായ ഭാഷ കിട്ടിയത്. ഓ ഓക്കെ. അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. അതറിയാം, ഒരു കുടുംബം തകർത്ത് നശിപ്പിച്ചിട്ട് ഒളിച്ചോടി പോയവര്. സാറിപ്പ എന്താ പറഞ്ഞേ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ അച്ഛനും അമ്മ എവിടെ? അവര് രണ്ടുപേരും പോയി. എവിടെ? എബ്രോഡ്? അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒന്നും അല്ല, മരിച്ചു പോയെന്ന്. കടം കയറി രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. എന്താ വിശ്വാസമായില്ലേ? വേണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്. അയ്യോ വേണ്ട, എല്ലാം വിശ്വാസം. പിന്നെ ഈ ആഹാരം കഴിക്കുമ്പോ അധികം സംസാരിക്കാൻ പാടില്ല. ഞാനും അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എന്നാലും ഒന്ന് ചോദിച്ചോട്ടെ, ആ സെർവന്റ് ജോലി എനിക്ക് തന്നെ തരുമല്ലോ അല്ലേ? ഉറപ്പ്. അത് മതി. എന്നെ അയാളെ കണ്ടിട്ടുണ്ട്. അത് അയാളുടെ വെറും തോന്നലായിരുന്നു എന്ന് അയാൾ ഉറപ്പിക്കും വരെ സുരക്ഷിതമായ ഒരു ഒളിത്താവളം വേണം. രാജീവിനെ കൊന്ന പ്രതിയെ കുരുക്കാൻ പെറ്റീഷനും കൊടുത്ത് കാത്തിരിക്കല്ലേ വന്ദന? നിരപരാധിയായ ആ മനുഷ്യന്റെ കയ്യിൽ വിലങ്ങണിയിച്ചത് ഈ നിൽക്കുന്ന വന്ദനയാ. ആ മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരനായ ഒരുത്തൻ സ്വന്തം ഭർത്താവായാലും മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. മോളെങ്ങോട്ടാ പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക്. എനിക്ക് ജഗനെ നേരിട്ടൊന്ന് കാണണം. നീ വരുന്നുണ്ടോ? ഇല്ല. മോളെ, കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാവൂ. ജഗന് പറയാനുള്ളത് നീ ക്ഷമയോടെ കേൾക്കണം. അതെ മോളെ, ഏത് സാഹചര്യത്തിലാണ് ജഗൻ കുറ്റം ഏറ്റെടുത്തതെന്ന് മനസ്സിലാക്കണം മോളെ. ഏത് സാഹചര്യത്തിലായാലും ജഗൻ ചെയ്ത ക്രൂരതയ്ക്ക് അവന് വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്.
എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞതല്ലേ, അനുസരിക്കാം. ജഗന്റെ ന്യായങ്ങൾ കൂടി ഞാൻ കേൾക്കാം. ഈ താലിച്ചരട് നിലനിർത്താൻ മാത്രം. മോളെ